മത്സ്യബന്ധനത്തിനൊപ്പം കായലിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് വസ്തുക്കളും ശേഖരിച്ച ജലമലിനീകരണത്തിനെതിരായ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു മത്സ്യത്തൊഴിലാളി നാടിന് മാതൃകയാവും. ചേർത്തലയ്ക്കടുത്ത് അരൂക്കുറ്റി സ്വദേശിയായ NK പുരുഷൻ പരിചയപ്പെടാം. അരൂക്കുറ്റി പഞ്ചായത്ത് 9-ാം വാർഡിൽ പുതുവൽ നിവർത്ത അനിതാലയം വീട്ടിൽ NK പുരുഷൻ വേമ്പനാട്ട് കായലിൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ വലയിൽ മത്സ്യത്തേക്കാൾ കൂടുതൽ കിട്ടുന്നത് പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും. അത് കായലിൽ തന്നെ വലിച്ചെറിയാതെ തൻ്റെ വഞ്ചിയിലിട്ട വീടിൻ്റെ അടുത്തുള്ള കടവിൽ ശേഖരിക്കും. 2 മാസമായപ്പോൾ മല പോലെ പ്ലാസ്റ്റിക് ശേഖരം. മാതൃകാപരമായ പ്രവർത്തനമറിഞ്ഞ ക്ലീൻ അരൂക്കുറ്റി ഫൗണ്ടേഷൻ കോർഡിനേറ്റർ PM സുബൈർ മാഷ് പൊന്നാട എണീച്ച് പുരുഷനെ ആദരിച്ചു, സമ്മാനവും നൽകി. നമ്മുടെ കായലിൽ കാണുന്ന ഈ പ്ലാസ്റ്റിക് മുഴുവനും അദ്ദേഹം 2-3 മാസക്കാലം കൊണ്ട് ഇത് ഇറക്കിക്കൂട്ടിയതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ലായിരുന്നു, പ്ലാസ്റ്റിക് വിമുക്ത അരൂക്കുറ്റി ഉണ്ടാവണം, കായലിൽ നിന്നും പരമാവധി ഇത് കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മീനുകൾ കൂടുതൽ വളരുമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അദ്ദേഹം ഇത് ചെയ്തെങ്കിലും പക്ഷേ ഇന്നതൊരു ഉപജീവന മാർഗം പോലെ തോന്നുന്നു അല്ലേ. 10 രൂപ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിക്കുകയാണ്. അംബേദ്കർ വായനശാല സെക്രട്ടറി PR രഞ്ജിത്ത്, P അനൂപ്, ശ്രീകണ്ഠേശ്വരം സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് റസിൻ സുബൈർ, നദുവത്തുൽ ഇസ്ലാം സ്കൂൾ വിദ്യാർത്ഥി അമൽ എന്നിവർ പുരുഷന് അഭിനന്ദനങ്ങൾ നേർന്നു. കായലിൽ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലമലിനീകരണം മാത്രമല്ല മത്സ്യങ്ങളുടെ നിലനിൽപ്പിനെയും ബാധിക്കുന്നുവെന്ന് പുരുഷൻ പറയുന്നു. കണ്ടമാനം പ്ലാസ്റ്റിക്കുകൾ നമ്മളുടെ കായലിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുക, അത് മത്സ്യബന്ധനത്തെയും അതുപോലെ തന്നെ മത്സ്യത്തെയും വളരെ ബുദ്ധിമുട്ടായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. മത്സ്യം ചില മത്സ്യങ്ങൾ ഇവിടെ അന്യം വന്നിരിക്കുക. കാരണം നേരത്തെ നല്ല രീതിയിൽ ഇവിടെ എലച്ചിലി, കരിമീൻ, അതുപോലെ കണമ്പ്, കോനച്ചെമ്മീൻ ഇങ്ങനെയുള്ള വർഗത്തിൽപ്പെട്ട സാധനങ്ങളെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അതെല്ലാം ഈ മാലിന്യത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. സാധാരണ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനം നാടിനൊന്നാകെ മാതൃകയാണ്. പ്രോത്സാഹനവുമായി ഭാര്യ ആനന്ദയും പുരുഷനോടൊപ്പമുണ്ട്. വിൻമീഡിയ, ചേർത്തല.